റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപ സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണെന്ന് ക്രെഡായി സിഇഒ സേതുനാഥ് മുകുന്ദൻ. ഡൽഹിയും ബാംഗ്ലൂരും അടക്കമുള്ള നഗരങ്ങളിൽ നിന്നും നിക്ഷേപകർ കേരളത്തിലേക്ക് ചൂടുമാറ്റുകയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ വീടുകളും ഫ്ളാറ്റുകളും വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ ഷാർജയിൽ നടക്കുന്ന പ്രോപ്പർട്ടി എക്സ്പോയിൽ പ്രമുഖ കെട്ടിട നിർമ്മാതാക്കൾ മാർഗനിർദ്ദേശം നൽകും. മാതൃഭൂമി.com ക്രെഡായുമായി ചേർന്ന് ഷാർജ എക്സ്പോ സെന്ററിൽ സംഘടിപ്പിക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് മുന്നോടിയായാണ് ക്രെഡായ് സിഇഒ സേതുനാഥ് മുകുന്ദൻ സംസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ സാധ്യതകൾ പങ്കുവച്ചത്. മികച്ച ജീവിത നിലവാരവും കാലാവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കേരളത്തെ പ്രിയപ്പെട്ടതാക്കുന്നു. അതുകൊണ്ട് തന്നെ വീടുകളും ഫ്ളാറ്റുകളും വാങ്ങാനും ഈ മേഖലയിൽ നിക്ഷേപം നടത്താനും ഇതാണ് ഉചിതമായ സമയം. കേരളത്തിലെ ഏത് സ്ഥലത്തോ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അവിടെ കിട്ടും. ഒരു സൂപ്പർ മാർക്കറ്റിന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഒരു ചെറിയ പെട്ടിക്കട മുതൽ വലിയ സൂപ്പർ മാർക്കറ്റിൽ വരെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ സുരക്ഷിതത്വം, പിന്നെ നമ്മൾ പറയുന്ന എൻവിറോൺമെൻറ്റ്, ആ ഒരു ക്ലീൻനെസ്, അതായത് ശുദ്ധവായു, ഇതൊക്കെയാണല്ലോ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ഇതെല്ലാം നമുക്കവിടെ ലഭ്യമാണ്. ശനി ഞായർ ദിവസങ്ങളിലാണ് എക്സ്പോ സെന്ററിലെ കേരള പ്രോപ്പർട്ടി എക്സ്പോ. റിയൽ എസ്റ്റേറ്റ് രംഗവുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ സംശയങ്ങൾക്ക് 2 ദിവസങ്ങളിലും പ്രോപ്പർട്ടി ടോക്ക് എന്ന പരിപാടിയിലൂടെ ഈ രംഗത്തെ പ്രമുഖർ മറുപടി നൽകും. രാവിലെ 11 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രദർശനമേള. ശനിയാഴ്ച വൈകിട്ട് കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ എത്തുന്നവർക്ക് ഗായിക നിത്യമാമനുമായി നേരിട്ട് സംസാരിക്കാനും അവസരമുണ്ടാകും. കേരളത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നതും പൂർത്തിയായതുമായ 200ഓളം പ്രോജക്റ്റുകളാണ് നിർമ്മാതാക്കൾ അവതരിപ്പിക്കുക. 40ഓളം കെട്ടിട നിർമ്മാതാക്കൾ 2 ദിവസത്തെ മേളയിൽ പങ്കെടുക്കും. കുട്ടികൾക്ക് റേഡിയോ അവതാരകരാകാൻ അവസരം നൽകുന്ന കുട്ടി ആർജെ, സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി ചിത്രരചനാ മത്സരം തുടങ്ങി വിവിധ പരിപാടികളും പ്രോപ്പർട്ടി എക്സ്പോയുടെ ഭാഗമായി ഒരുക്കും. പ്രവേശനവും വാഹന പാർക്കിംഗും സൗജന്യമാണ്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.